ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാലക്കാടൻ സ്റ്റൈൽ വറുത്തരച്ച് സാമ്പാറിൻ്റെ റെസിപ്പിയും അതുപോലെ ഫിഷ് ഫ്രൈസ് റെസിപ്പിയും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗ്രീൻ പീസ് ആദ്യമേ തന്നെ വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. ഇത് നാളത്തേക്കുള്ളതാണ്, അതുകൊണ്ട് സോക്ക് ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഗ്രീൻ പീസ് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്, വെജിറ്റബിൾ മസാലയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 2 days വരെ നമുക്ക് കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ്, ബീൻസ്, പിന്നെ അതുപോലെ പൊട്ടാറ്റോ, നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവറോ ബീട്രൂട്ടോ എന്തുണ്ടെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് അതുപോലെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചാനലിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനത് എയർടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള ദാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു. ഇതിൽ ഞാൻ ആഷ് കാർഡ്, പംകിൻ, പിന്നെ ഡ്രം സ്റ്റിക്ക്, ബ്രിഞ്ചാൾ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 to 5 വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്തരയ്ക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉലുവ, ജീരകം, തേങ്ങ, പിന്നെ അതുപോലെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കായപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാമ്പാർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കായപ്പൊടിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ബ്ലാക്ക് കളറിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സാമ്പാറിന് വേണ്ടിയുള്ള പുളി കൂടെ. അപ്പോൾ നമ്മളുടെ ദാല് നമ്മൾ ഓണിയനും ടൊമാറ്റോ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോക്കനട്ട് ഉണ്ടല്ലോ, അതും നല്ലപോലെ പേസ്റ്റാക്കി അരച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ തിളപ്പിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് വറവിടുക കേട്ടോ. ഇത്ര സിമ്പിളാണിത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കടുകും പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് ജീരകം ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല പൊട്ടി വരുമ്പോൾ കുറച്ച് ചുവന്ന മുളക് അതുപോലെ തന്നെ കറി ലീവ്സും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സാമ്പാറിലോട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ വറവിട്ടത് സാമ്പാറിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് മല്ലിയില കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്യാം. ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും സാമ്പാറിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. നമ്മുടെ റൈസും അതിനോടൊപ്പം തന്നെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രോസറീസ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് എന്തെങ്കിലും വാങ്ങിക്കാറുണ്ട്. എല്ലാ സമയത്തൊന്നും കൊടുത്തുവിടില്ല കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് നട്ട്സ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് കുട്ടികൾക്ക് കൊടുത്ത് ലഞ്ചിനോ സ്നാക്സ് ബോക്സിലൊക്കെ വെച്ച് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിക്കുന്നതാണ്. ഇത് കരിഞ്ജീരകമാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ളവർക്ക്, പിന്നെ അതുപോലെ ഈ കഫിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് കേട്ടു. അപ്പോൾ അതും കൂടെ ഒന്ന് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഡേറ്റ്സ് കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡേറ്റ്സ് ഞാനിതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് സ്റ്റോർ ചെയ്യുക. നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം കുറച്ച് ദിവസം ഒരു 1 weekലേക്കുള്ളത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ഈ വണ്ടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇത് കുറച്ച് ഡ്രൈ ഗ്രേപ്സ് ആണ്. ഇതും നമ്മൾക്ക് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അത് കുറച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ചെറിയ ചെറിയ പാറ്റകൾ പോലെയുള്ള സാധനമൊക്കെ വരാറുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഇപ്പോൾ ഇതും ഇവിടെ ഇഷ്ടം പൊമോഗ്രാനറ്റ്, പിന്നെ വാട്ടർമെലൺ, ഇതാണ് കൂടുതലായിട്ട് ഇഷ്ടം. പിന്നെ അത്യാവശ്യം ഇപ്പം റെയിനി സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഫ്രൂട്ട്സ് കുറച്ച് കുറയ്ക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. കുട്ടികൾക്ക് ഈ ജലദോഷം, പനി പോലുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കാനായിട്ടാണ്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഒരു ഉച്ച ആയപ്പോഴത്തേനും നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ
മെയിനായിട്ടുള്ള കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 1/2 കിലോ കൊഴുവ. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുകയാണ്. സോൾട്ട്, മഞ്ഞൾപ്പൊടി 2 ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ 2 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് കുരുമുളക് പൊടി. അത് ഞാൻ ഈ മത്തിയിൽ മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ, കുറച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ കൊഴുവയിലേക്ക് കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മൾ കുറച്ച് കറി ലീവ്സ് കൂടെ 2 ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു 1/2 hour നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. കൊഴുവയ്ക്ക് മെയിനായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോൺഫ്ലവർ ആണ്. മത്തിയിൽ കോൺഫ്ലവറിൻ്റെ ആവശ്യമില്ല കേട്ടോ, അത്ര ക്രിസ്പി ആയിട്ട് വേണം. എണ്ണയിലിങ്ങനെ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ, കോൺഫ്ലവറിൻ്റെ ആ മസാല എന്ന് വിട്ടു പോകാതിരിക്കാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാം മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1/2 hour കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കൊഴുവ വാങ്ങിക്കുമ്പോൾ എപ്പോഴും വലിയ കൊഴുവ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ ട്രൈ ചെയ്യരുത്. അപ്പോൾ അതിനകത്തുള്ള മുള്ള കുട്ടികൾക്ക് കഴിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നിങ്ങൾ കുഞ്ഞു കൊഴുവയാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പപ്പടം കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ചാനൽ. ഒരു കമൻറ്റ് ഇടാനും മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്മൈലി ആയിട്ടെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ, കാരണം അത് വലിയൊരു മോട്ടിവേഷനാണ് നമുക്ക്. അപ്പോൾ നമ്മൾ ഓയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് കൊഴുവ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ മസാല ഇട്ടിട്ട് നിങ്ങൾ ഫ്രീസറിൽ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 days നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ക്രിസ്പി ആയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വൺ ഓഫ് ദ റെസിപ്പീസാണ് ഇത്. പിന്നെ മത്തി അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകില്ല കേട്ടോ, അല്ലെങ്കിൽ മസാലാസ് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ വളരെ സോഫ്റ്റായിട്ട്, ഇപ്പോൾ മഴക്കാലത്ത് നമുക്ക് കിട്ടുന്ന മത്തി പൊതുവെ അതിനകത്ത് മുട്ടയൊക്കെ ഉള്ളതായിട്ട് നല്ല ഫാറ്റി ആയിട്ടുള്ള മത്തിയായിരിക്കും കിട്ടുക അല്ലേ, നല്ല കൊഴുപ്പൊക്കെ ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ. നിങ്ങളും നിങ്ങളുടെ വീടുകളിലും ഇതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതുപോലെ സാമ്പാറും ഫിഷ് ഫ്രൈയും പപ്പടമൊക്കെ കൂട്ടിയിട്ടൊരു ലഞ്ച് വ്ളോഗ് നിങ്ങളും ചെയ്ത് നോക്കാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.